ഇപ്പൊ നിലവിൽ പെൻഡിയത്തിന്റെ പ്രോജക്ട്സുകൾ റൺ ചെയ്യുന്നുണ്ടല്ലോ, ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് അത്, ഏതൊക്കെ തരം ക്ലയൻസിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, എവിടെയാണ് ഇപ്പൊ നിലവിലുള്ള പ്രൊജക്ട്സുകൾ? നമ്മളിപ്പോൾ 2 പ്രൊജക്ട്സ് നടക്കുന്നു. ഒന്ന് കാലിക്കറ്റിലും ഒന്ന് പെരിന്തൽമണ്ണയിലാണ്. കാലിക്കറ്റിൽ നമ്മൾ എരഞ്ഞിപ്പാലത്ത് നിയർ ആശീർവാദ് ലോൺസ് അതിൻ്റെ അടുത്താണ് നമ്മളെ ഇപ്പോൾ നടക്കുന്ന ട്രാങ്കിൾ എന്നുള്ള പ്രൊജക്റ്റ്. ഓക്കെ, അത് ഉണ്ടാക്കാനുള്ള കാര്യം ആ ഏരിയക്ക് പേര് പോലെ തന്നെ ആ ഏരിയ അങ്ങനെ ഒരു ട്രാങ്കിളിറ്റുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറിവറി മാത്രമല്ലല്ലോ, സമാധാനമായിട്ട് ജീവിക്കാന്നല്ല, കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. അപ്പൊ ആ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിന് ഞങ്ങൾ സെർച്ച് ചെയ്ത് പോയിട്ടാണ് അങ്ങനത്തെ സ്ഥലം കണ്ടെത്തിയത്. പക്ഷെ അവിടെ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ ഹേർട്ട് ഓഫ് ദ സിറ്റിയാണ്. ഒരു 3 to 4 കിലോമീറ്റേഴ്സ് സറൗണ്ടിങ്സിൽ തന്നെയാണ് കാലിക്കറ്റിന്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറെ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആ ആൾക്കാർക്ക് നമ്മളിത് പ്രൊവൈഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് നല്ല റെസ്പോൺസ് ആണ്, നന്നായിട്ട് അത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ അതിന്റെ ഹാൻഡിങ് ഓവർ വിത്തിൻ 3 months ഹാൻഡിങ് ഓവർ ഉണ്ടാവും. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാലിക്കറ്റിലെ പ്രൊജക്ട്. ഓക്കെ, പെരിന്തൽമണ്ണ പറഞ്ഞാൽ പെരിന്തൽമണ്ണ ഇപ്പോൾ ഒരു ഹേർട്ട് ഓഫ് ദി സിറ്റി പറഞ്ഞാൽ ബൈപ്പാസ് ജംഗ്ഷൻ ആണ്. പക്ഷേ പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷൻ ഇത് തന്നെയാണ് നമ്മളെ പ്രൊഡക്റ്റിൽ. കാരണം അവിടെ ഞങ്ങൾ ഓൾറെഡി ഒരു വില്ല പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, ഒരു പ്രീമിയം ഹൗസിങ്. കാരണം വില്ലകൾ ഇതൊരു ടോപ്പ് ക്വാളിറ്റി അവിടുത്തെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ സെഗ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാക്കിയാണ്. അത് നമുക്ക് നല്ലൊരു സക്സസ് ആയി. അപ്പോൾ അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പുതിയ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റും വരുന്നത്. അതിന്റെ പേര് നമ്മൾ ഹാർമണി ഹൈറ്റ്സ് എന്നാണ്. അപ്പോൾ അതിൽ 60 അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അതും അതേപോലെ ഒരു നല്ലൊരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. അത് വെച്ചാൽ കോസ്റ്റ്ലിയാണ്. ആ ലാൻഡും അവിടുത്തെ വാല്യൂ ഒക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ പുതിയ അമ്യൂണിറ്റീസും പുതിയ ഫെസിലിറ്റീസും ഒക്കെ നമ്മൾ അവിടെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു NRIs അല്ലെങ്കിൽ ഡോക്ടർ സെഗ്മെന്റ് അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ മാക്സിമം അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അവർക്ക് വൈബിൾ ആവുക. അല്ല, സാധാരണക്കാരന് വൈബിൾ ആവില്ല എന്നല്ല, പക്ഷെ ആ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ 2 bedroom തന്നെ പറയുമ്പോഴേക്ക് തന്നെ നമ്മൾ 1500 square feet വരും. കാരണം 750 square feet 2 bedroom കിട്ടും. പക്ഷെ നമ്മൾ 2 bedroom എന്ന് പറയുമ്പോൾ 1000, കാരണം ആ സൈസ് ഉണ്ട്. കാരണം ബെഡ്റൂം സൈസ്, കിച്ചൺ സൈസ് ഒക്കെ, ഹോൾ സൈസ് ഒക്കെ നമ്മൾ നന്നായി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ 3 bedroom വരുന്നുണ്ടെങ്കിൽ 3 ബാൽക്കണി, 2 bedroom-നും 3 ബാൽക്കണി, അങ്ങനെയൊക്കെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അഫോർഡ് ചെയ്യുക എപ്പോഴും ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ NRIs ആൾക്കാർ മാത്രം ആ സെഗ്മെന്റ് എന്നുള്ളത് തിങ്ക് ചെയ്യുന്ന. അതെ, കുറച്ചും കൂടെ ഒരു ബെറ്റർ ലിവിങ് ആവശ്യമുണ്ട്. ബെറ്റർ ലിവിങ്. കാരണം ഇനിയിപ്പോ പുതിയ അടുത്ത തലമുറ എന്തായാലും ഇതിലേക്കേ പോവുള്ളൂ. അപ്പൊ അവനൊരു വീട് വെച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അവനിപ്പോ ഇങ്ങനെയുള്ള അപ്പാർട്ട്മെന്റ്സോ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവന് എന്ത് ചെയ്യുന്നത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിന് പറ്റിയ അമ്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായാലും ഫാമിലിക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളായാലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി അതൊരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്കത് തോന്നിയിട്ടുണ്ട്. കാരണം ഇനി ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അത് ഈ പുതിയ സംഭവങ്ങൾ അതിലിങ്ങനെ വരികയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പെരിന്തൽമണ്ണ നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്.